ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഇവിടെ കാണുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞിക്കുരുന്നിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഐബുക്കുട്ടന് ഫുഡ് കൊടുക്കലായിരുന്നു. ഐബുക്കുട്ടന് ഫുഡ് കൊടുക്കലായിരുന്നു. അപ്പോൾ ഐബുവിൻ്റെ ഫുഡ് കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ചടങ്ങായിട്ടൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മളിവിടെ ഉള്ള ആൾക്കാർ മാത്രം എന്നിട്ട് എന്താണ് ആ പൊടിയില്ലേ ചക്കര, എന്താണ് കൂറപ്പൊടിയോ കായപ്പൊടിയോ കുന്നങ്കായപ്പൊടി ആക്കി കൊടുക്കുക ചെയ്തത്. നമ്മുടെ നാട്ടിൽ ചടങ്ങ് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. നമ്മളെ മോൾക്ക് കൊടുത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ആൾക്കുള്ള ചോറ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചക്കര. അപ്പോൾ ഇവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു, ഫുഡ് ഇത്ര കഴിച്ചു. ബാക്കി അവസാനം എത്തുമ്പോഴാണ് കുട്ടികൾ കഴിക്കാൻ മടുപ്പ് കാട്ടുന്നത്, സ്വഭാവം മാറുന്നത്. അതുവരെ നല്ലപോലെ സഹകരിച്ചു തരും. അവസാനം എത്തുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എത്ര നേരം ഇവിടെ ഇങ്ങനെ പറന്നിട്ട് നിൽക്കുകയായിരുന്നു, കാക്ക പറക്കണ പോലെ. അല്ല, ഇതാരാണ്? അല്ലു ചക്കര സ്പൂൺ കൊണ്ട് കോരി കൊടുക്കണുണ്ട്. ആദ്യം 2 പല്ല് മാത്രം താഴത്തുള്ള പോക്കായിരുന്നു. ഇപ്പൊ 2 പല്ല് മുകളിൽ കൂടി വന്നപ്പോ എന്ത് ചെയ്തു? കറക്റ്റ് അവൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മുകളിൽ പല്ല് വരണ്ടെന്ന് പറയാൻ പറ്റുമോ ചക്കരെ? ഏക്കരെ മുകളിൽ പല്ല് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ചോദിക്കാം. വേറെ വഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ? വേഗം കഴിച്ചു വന്നിട്ടുണ്ടോ നമുക്ക് കഴിക്കാന്? പെട്ടെന്നാവട്ടെ. ഇവിടെ ഇത്രയും നേരം ഞാനിവിടെ ഇങ്ങനെ പറന്ന് വരും. ഇങ്ങനെ പറന്ന് വരും. അല്ലാതെ ഇത് കഴിക്കണ്ടേ? കൊടുക്ക് നോക്കട്ടെ. കഴിക്ക്. ലനമോളെ ഇതൊക്കെ കാക്ക പറക്കണോക്ക. ഇങ്ങനെ കാക്ക പറക്കണത് എങ്ങനെ? രക്ഷയില്ല. മതിയുടെ ചക്കരെ, മതി. ഇതാ ഇത്രയും കഴിച്ചു. മതി. ഒഴിവാക്ക്. ഇന്നെ വെറുതെ നിർബന്ധം പിടിപ്പിക്കണ്ട. ഒഴിവാക്ക്. നിങ്ങൾ അവസാനം ആകുമ്പോ എന്തോ ഇത് നിർത്താത്ത? പിന്നെന്താ കഴിക്കാതെ ഇത്രയും സാധനം കഴിച്ചില്ലത്? അതല്ലാന്ന്, അത് ലാസ്റ്റ് കരഞ്ഞിട്ട് ഛർദിക്കൊന്നും ഇത്രയും തിന്ന സാധനങ്ങള്. നിങ്ങളീ ഞാൻ കാര്യം പറയട്ടെ, ഈ കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കണം എനിക്ക് താല്പര്യമില്ല. തിന്നാൻ കൊടുക്കണം, പക്ഷെ ഒരു പരിധി വരെ കൊടുത്തെന്ന് കഴിഞ്ഞ് കുട്ടിക്ക് വയറ് വീർത്തെന്ന് തോന്നുമ്പോ നമ്മള് നിർത്തേ വേണ്ടത്. പിന്നെന്താ? എന്നാ അങ്ങനെ ചെയ്തു നോക്ക്. അപ്പൊ അങ്ങനെ ചെയ്യണം. അത് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ കരയിപ്പിക്കണത്? അതിന് സംഭവം ചോറ് മതിയായിട്ടാണ്. കണ്ടോ അതിന്റെ ദേഷ്യം നോക്കാം. അതിന് സംഭവം ചോറ് മതിയായി. എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നുമില്ല. കുട്ടികളെ വെറുതെ അവരെ ബലാത്കാരമായിട്ട്, ഇത് വിശന്നിട്ടുള്ള കരച്ചിലല്ലല്ലോ. ഇനി വെറുതെ എന്തേലും പറയാണ് കേസ്. നോക്കി നോക്കാം. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ കൊടുക്കാറ്? എനിക്കറിയില്ല. കുട്ടികൾക്ക് ഐറ്റങ്ങൾക്ക് നിറയുമ്പോൾ അതുവരെ കുട്ടി നല്ലപോലെ കഴിച്ചു, ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി ഇത് കഴിച്ചു. അതിന് വയറ് നിറഞ്ഞപ്പോൾ നമ്മളായ കഴിക്കുമോ? ഇപ്പോൾ 1 പ്ലേറ്റ് ചോറ് കഴിക്കുന്ന ഒരാൾക്ക് 2 പ്ലേറ്റ് ചോറ് കൊടുത്താൽ കഴിക്കുമോ? ഇല്ലല്ലോ. 1.5 പ്ലേറ്റ് കൊടുത്താൽ കഴിക്കുമോ? കഴിക്കില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ ആൾക്കാർ 1 പ്ലേറ്റ് ചോറ് കഴിച്ചിട്ട് അത് മതിയാവും എഴുന്നേറ്റ് പോകും. കാരണം നമുക്കറിയാം അത് മതി, പോയി കൈ കഴുകിയാൽ മതി. പക്ഷെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പോൾ ഐറ്റങ്ങൾ എന്ത് ചെയ്യരുത്? കുത്തി തീറ്റിക്കാൻ പാടില്ല. പിന്നെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ കരയുമ്പോ എന്ത് ചെയ്യും? ഛർദിക്ക. എന്നോട് കൊടുക്കാനറിയാം. ഞാൻ കൊടുക്കും. എനിക്ക് കൊടുക്കണ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല. കുട്ടീന്റെ ഉമ്മ കൊടുത്താൽ തന്നെ അതിനൊരു പൂർണ്ണത വരത്തുള്ളൂ. ആരാ പറഞ്ഞ്? അല്ലാന്ന് കണ്ടോ? നീ ഇത് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത് വല്ലി കെട്ടണത്. പക്ഷെ ആ കുട്ടിക്ക് വയറ് നിറഞ്ഞിട്ടാണ് അത് കരയണത്. അപ്പൊ എന്ത് ചെയ്യും? കുട്ടി മത്സരിക്കും, വലുത് മത്സരിക്കും. എന്നാൽ വലുതിനാണ് കുറച്ച് വിവരമുള്ളത്. എന്നാൽ വലുതൊന്നും അറിഞ്ഞ് ചെയ്യാതെ ചെയ്യില്ല. കുട്ടിക്ക് അതിനുള്ളതില്ലല്ലോ. കുട്ടിക്ക് അതിനുള്ള തിരിച്ചറിവില്ലേ. എന്നാൽ വലുതിന് തിരിച്ചറിവുണ്ട്. തിരിച്ചറിവുള്ളത് അത് ചെയ്യില്ല. അതിനെ കൊണ്ട് തീറ്റിച്ചെന്നെ അടങ്ങുള്ളൂ. നാളെ തീരാനുള്ള ബ്രെഡ് പാക്കറ്റ് ഡേറ്റ് കഴിയുമെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി നിന്ന് ചക്കരയാണ് ഇതൊക്കെ ചെയ്യണത്. അത്രക്കൊക്കെ ഉള്ളൂ ചക്കരക്ക്.
പറഞ്ഞില്ലേ നാളെ മുതൽ കാക്കു കൊടുത്തു. ഞാൻ കൊടുക്കും, എനിക്ക് കൊടുക്കണ കുഴപ്പങ്ങളൊന്നുമില്ല. കാക്കു ഇഷ്ടപ്രകാരം കൊടുത്തു. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അതിനൊന്നും പറഞ്ഞില്ല ഇജ്ജ് കൊടുക്കണത് കറക്റ്റ് അല്ലാന്നോ ഇജ്ജ് കൊടുക്കണത് തെറ്റായ രീതി കാണുന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതിന് ഫുഡ് മതിയെങ്കിൽ അപ്പൊ നിർത്തിക്കോ. ഇതുകൊണ്ട് കഴുകി ഇത്രല്ലേ ഉള്ളൂ. ഞാൻ എത്ര സാധനം എന്താണ് മതി ഫുഡ് കൊടുത്താ അത്ര കൊടുത്താ മതി ഇത്ര കൊടുത്താ മതി. താഴത്തേക്ക് പോവോ? താഴത്തേക്ക് പോറിയില്ല. അതിന്റെ ഇത് ഫുഡ് കൊടുക്കുമ്പോ പിന്നെ അതിന്റെ വെള്ളം നിറഞ്ഞിട്ട് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ചെക്കനോട് പറയുമ്പോ ചെക്കൻ എങ്ങനെയൊക്കെ വരുമെന്ന് പറയണത്. ഞാൻ കൊടുത്തു പറയും. ഞാൻ കൊടുത്ത എന്താ ചെയ്യാ, ഞാനൊരു 3-4 സ്പൂൺ കൊടുക്കും. അത് എത്ര കഴിക്കണോ അത് വരാകുമ്പോ നിർത്തും. പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും കൊടുക്കും. എന്താ അങ്ങനെ തന്നെ കൊടുക്കാനുള്ളത്, കുട്ടികൾക്ക് കൊടുക്കാനുള്ള അങ്ങനെ തന്നെയാണ്. മിനിറ്റിനല്ല, വലിയ ആൾക്കാർ ഞങ്ങൾ 3 നേരം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് അത് 6 നേരമാക്കി കൊടുക്കണം. പിന്നെ 4 നേരം ആക്കണം, പിന്നെ 3 നേരം ആക്കണം. അങ്ങനെ തന്നെയാണ്. അതായത് കിളികൾ തിന്നുമ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. ഐറ്റങ്ങളുടെ ചെറിയ വള്ളയാണ്, നമ്മളെമാതിരി വലിയ വള്ളയും കൊണ്ടൊന്നുമില്ല ഐറ്റങ്ങൾക്ക്. അപ്പോൾ ഒക്കെ പഠിപ്പിച്ചോ ഇനി ഞാൻ അങ്ങൊന്നും അറിയില്ലേ. അല്ല ചോറെടുക്കണ രംഗം ഗൈസ്, ഇതൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതാണ് കേട്ടോ. അതിൻ്റെ മുഖം നോക്കാം, മുഖത്തൊക്കെ ഫുള്ള് മറ്റേ കോലത്തിന് കരി വെച്ചാൽ മതി. ഒരു ക്രിക്കറ്റ് കളിക്കാർ തേക്കൂലേ, ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ മുഖത്ത് കൂടെ വെള്ള പെയിൻറ്റ് അതേപോലെ തേച്ച് വെച്ചേക്കണ്. അതേപോലെ തേച്ച് വെച്ചിരിക്കുകയാണ്. ലനമോളെ വേഗം കഴിച്ചോ. കഴിഞ്ഞു അതുകൂടെ ഉള്ളൂ. അതുകൂടെ ഉള്ളൂ. എന്താ അത് തൊള്ളുറക്കില്ല മോളെ. അത് ഏതാ സാധനം എന്നറിയും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല എല്ലാവർക്കും ഇവിടെ നിന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി, ചക്കരക്ക് മന്തി, പിന്നെന്താ സിനുവിനെന്താ മന്തിയാ. നിങ്ങളൊക്കെ മന്തിൻ്റെ ആൾക്കാരല്ലേ. അളിയന് പിന്നെ ഒന്നും പറ്റില്ലല്ലോ. ചപ്പാത്തിയും അൽഫാമും അല്ലേ. ഡയറ്റിങ്ങിലാണ്. ഓരോ ദിവസം ഓരോ ഫുഡ് ചാർട്ടൊക്കെ ഉണ്ടല്ലേ. നല്ല പണി തന്നെയാണ് ഈ ഡയറ്റ് എടുക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ കലോറിയും ഫാറ്റൊക്കെ നോക്കി കഴിക്കണ്ടേ. എന്നെ കൊണ്ട് പറ്റില്ല ഈ പരിപാടി. ബിരിയാണിയാണോ സിനു? സിനു ബീഫ് പറ്റില്ലല്ലേ. ബിരിയാണി ആണോ നമുക്ക്? എന്താ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സാധനം തിന്നണം പറയരുത്. വരെ ഇരിക്കുന്ന പറഞ്ഞാ പോലെ മന്തി എനിക്ക് പറഞ്ഞാ പോലെ. പിന്നെ ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കണ്ടോ പറഞ്ഞ ആവശ്യമില്ല. മന്തി ഇതൊക്കെ ചിക്കനൊക്കെ ഉണ്ടതാ. വരി ഫുഡ് കഴിക്കാൻ. അതിനൊക്കെ പോവും. അങ്ങനെ മന്തി ബിരിയാണി അതിനങ്ങനെയൊന്നുമില്ല. എന്താ തന്നത് മമ്മ? എന്താ തന്നത്? തള്ളമലൊട്ടിക്ക് ഇനിയിപ്പോ ഞാൻ മാക്സ് ഇട്ടാണ്ട് നിക്കേണ്ടി വരും. കുട്ടിക്ക് ചക്കര ഇല്ലെങ്കിൽ ഒരു നിമിഷം നിൽക്കൂല. ഇനിയിപ്പോ ഞാൻ മാക്സിയും ഷോളും ഇട്ടൊരു വിഗും മേടിക്കാം. അതവിടെക്കുള്ളൂ, എല്ലാവരും നിമിഷം നിൽക്കില്ലേ. ഹൈബു അലേഹ എവിടെ? ഉറങ്ങിയോ? ഹൈബു അവിടെ കടിച്ചെടുക്കാനൊക്കെ നോക്കണ്ടു. കഴിക്കാം.